ചലഞ്ചിന്റെ പേരിനോടെ പ്രസത്തില്ലേ ഇവിടെ പ്രസത്തി അടിക്കുന്നു എനിക്കല്ല ബുദ്ധി വർക്ക് ചെയ്യണതിന്റെ ഇവിടെ എന്ന് പറയുന്ന എന്റെ അഭിനയോടെ എന്റെ ബുദ്ധിയാണ് നീ കാണിക്കാൻ കാണാൻ പോകുന്നത്. ഇത് പൂക്കളാ നീ ആരാ ആരാ എല്ലാവർക്കും നമ്മുടെ മറ്റൊരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് വേറൊരു ചലഞ്ച് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ചലഞ്ചിന്റെ പേരെന്താണ്? പേരില്ലേ ചലഞ്ചിന് പേരിട്ടില്ല. ചലഞ്ചിന്റെ പേരിനോടെ പ്രസത്തില്ലേ ഇവിടെ പ്രസത്തി അടിക്കുന്നു അതാണ് മെയിൻ. അടിന്റെ മെയിൻ. അപ്പൊ നമുക്ക് ഗെയിം എന്താന്ന് പറഞ്ഞാലോ? ഗെയിം എന്താന്ന് പറഞ്ഞാലേ ടോട്ടൽ ഇവിടെ 6 പേപ്പർ പീസ് ഉണ്ട്. ഈ 6 പേപ്പർ പീസില് 3 പേപ്പർ പീസ് നിന്റെയാണ്, 3 പേപ്പർ പീസ് എന്റെയാണ്. അപ്പൊ എന്റെ 3 പേപ്പറിൽ ഞാൻ ഓരോ സിനിമകൾ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇവളുടെ 3 പേപ്പറിൽ ഇവളും ഓരോ സിനിമകൾ എഴുതി വെച്ചിട്ടുണ്ട്. ഞങ്ങള് 2 പേരുടെ പേപ്പറുകളെല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് ടോട്ടൽ ഒരു 6 പേപ്പർ പീസ് ഈ ബൗളിന്റെ ഉള്ളിൽ ഇപ്പൊ കിടക്കുന്നുണ്ട്. ഇനി എന്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ അറ്റ് എ ടൈം ഒരാളായിരിക്കും കളിക്കാനായിട്ട് വരാം. 2 പേരെ കളിക്കാനുള്ള 2 പേരൊന്നും ഒരുമിച്ച് വരണം. ഇത് ഞാനൊരു സിനിമ പേര് അതിന്റെ ഉള്ളിൽ നിൽക്കും, ഞാൻ ഇവർക്ക് കാണിച്ചു കൊടുക്കും, നിനക്കും കാണിച്ചു തരും. പക്ഷെ ഞാൻ കാണില്ലേ, നീ അത് അഭിനയിച്ച് കാണിക്കണം. അത് പണ്ടത്തുള്ള ഗെയിം തന്നെയാണ്. അപ്പൊ നീ അടി മെയിനാക്കാനുള്ള ഒരു പരിപാടി പറഞ്ഞു കേട്ടോ മനുഷ്യ. അത് എന്തത്? അപ്പൊ നീ അഭിനയിച്ച് കാണിച്ചു തരണം. നീ അഭിനയിച്ച് കാണിച്ചു തന്നിട്ട് ഞാൻ ആ സിനിമ പേര് പറയണം, ശരിയായിട്ട് പറയണം. അത് പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞില്ലെങ്കിൽ നിനക്ക് എന്നെ അടിക്കാം. അതാണ് നമ്മളുടെ ഗെയിം. അതേപോലെ തന്നെ നീയും 6 വരും. അങ്ങനെ ടോട്ടല് 6 വട്ടം കളി വരും. 6 വട്ടം എന്ന് പറയുമ്പോ 3 വട്ടം എനിക്ക് 3 വട്ടം എനിക്ക് ചാൻസ്. അപ്പൊ അങ്ങനെയാണ് നമ്മളുടെ കളി. അപ്പൊ നമുക്ക് നേരെ ഗെയിം തൊട്ടാലും. പിന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ എല്ലാവരും എന്ത് ചെയ്യണം? ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമന്റ് ചെയ്യണം, ബെല്ലൈക്കൺ അടിച്ചു പൊട്ടിക്കണം. അപ്പൊ പിന്നെ നമുക്ക് നേരെ വീഡിയോ നമ്മള് നേരെ ഗെയിമിലോട്ട് കണ്ടേക്കാം. പക്ഷെ ഒരു കാര്യം കൂടി ഉണ്ട്. നമ്മുടെ പണിഷ്മെന്റ് എന്താണെന്ന് അറിയട്ടെ? എന്താ പണിഷ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മുട്ടിന് താഴെ 2 അടിയും അതുപോലെ തന്നെ ഒരു ഇയർ പുള്ളിയും കിട്ടും. അതാണ് നമ്മുടെ പണിഷ്മെന്റ്. അങ്ങനെ ടോട്ടലി 3 പണിഷ്മെന്റ് ആണ് ഒരെണ്ണത്തിന് കിട്ടണം. ഓക്കെ, ഒരു പേപ്പർ എടുക്കാം, അവരെ കാണിച്ചാൽ എനിക്ക് കാണിച്ചാൽ നീ നോക്കാൻ പാടില്ല. ഞാൻ എന്റെ കലാപരമായ കഴിവുകൾ ഇത് കണ്ട സിനിമയ്ക്ക് വിളിക്കാവൂ. ഇതളൂർന്നു വീണ പനി നീർതളങ്ങ നീ ഞാൻ എന്തത് നിങ്ങള് ഞങ്ങള് ഇയാള് അയാള് ഒരാളല്ല ഒറ്റ വാക്കാണ്. അയ്യോ ഉടനെ കിട്ടിയില്ലോ. താൻ തന്റെ താൻ എന്തിട്ട് നീ പറയണേ? ആദ്യത്തെ വാക്ക് താൻ. അവിടെ വെച്ചേക്ക്, അവിടെ ഇരിക്കട്ടെ, അവിടെ ഇരിക്കട്ടെ, അവിടെ വെച്ചേക്ക്, അവിടെ വെച്ച് പോ 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 പോ. അതിന്റെ അപ്പുറത്തെ വാക്ക് ഞാൻ നീങ്ങിക്കണം. താനീന്ന് ഞാൻ പോയി താപ്പാന ഞാൻ ഇരുന്നിട്ട് നിന്നു. പൊട്ടന് ബുദ്ധി കൊടുക്കണല്ലോ. എന്തൊക്കെ പറയണ? നീതാക്കി വെച്ചതാ. താനുണ്ട് അടുത്ത വാക്ക് 2 വാക്കുണ്ട്. ഒന്നാമത്തെ വാക്ക് താൻ, രണ്ടാമത്തെ വാക്ക് നീ ഇങ്ങനെ പള്ളി തച്ചണ്ടിരിക്കും. ഞാൻ തോറ്റു.
വ്യക്തമായില്ല വ്യക്തമായില്ലേ എനിക്കിട്ടോ നിന്റെ അഭിനയം ശരിയല്ലാതെ എനിക്കിട്ടോ അന്നങ്ങനെ അഭിനയിക്കാൻ പറയാൻ കഴിവില്ലാത്തവർക്കല്ലേ ഇങ്ങനെ കണ്ടടിച്ചിരിക്കണ താൻ താൻ ഇതിനിപ്പോ എന്താ പറയാ നിന്റെ കഴിയോറ നീ ഏത് സിനിമകളൊക്കെ താനിരുന്നു എനിക്കല്ലടാ അത് ആലോചിക്കടാ ബുദ്ധി വർക്ക് ചെയ്യുന്നതിന്റെ താൻ പോയി വേറെ സംഘം നല്ലൊരു സംഭവം നീ ഒറ്റയ്ക്ക് പോവാ വെക്കണം അതവിടെ നിന്ന് എടുക്കുമ്പോ നിന്റെ കയ്യിലുണ്ടാവും ആ ഓ പൊട്ടക്കണ്ണ തെണ്ടി മുമ്പിൽ താൻ പോയി നിന്റെ അഭിനയം ശരിയല്ല ബുദ്ധിയില്ലാത്ത മനുഷ്യൻ തന്മാത്രം തന്മാത്ര എന്താ എന്താ അതിനർത്ഥം ഞാൻ മാത്രം എന്നുള്ള വാക്കാണ് നീ ഉദ്ദേശിക്കുന്നത്. മാത്രമാണ് ഇങ്ങനെ ആ, അതാണ് പിന്നെ അതിനെന്താ പറയാ നീ ഒന്ന് പറഞ്ഞാൽ അന്തത്താണ് കൊടുക്കണത് അവസാനം നമ്മൾ ഇത്തിരി വെള്ളം കൊടുത്ത ആൾക്കാർ വിടില്ലേ അതുപോലെ നീ ഒന്ന് അഭിനയിച്ച തന്മാത്രം ബുദ്ധി പറഞ്ഞ സിനിമകളെന്താ അപ്പൊ കഴിവില്ലേ ഇത് എന്റെ ലട്ടാ ഇവന്റെ ഒപ്പിനേക്ക് അറിയാത്ത അത് ഇതേപോലെ ഞാനും അഭിനയിക്കും ഇതൊക്കെ കൃത്യ അഭിനയ നിന്റെ മോഹൻലാൽ മാറ്റണം ലാലേട്ടൻ പോലെ എങ്ങനെ ചെയ്യാൻ ഇതെന്ത് ഭാഗത്തല്ലേ ഇതിന് അഭിനയിക്കാൻ പതുക്കെ പറയാമോ അയ്യോ അയ്യോ ഇഞ്ഞെന്താ നിനക്ക് കിട്ടുന്ന അടിയാണ് മണ്ടത് ഞാൻ മേടിക്കണം അഭിനയിക്കറിയണം ഈ സാധനം ഇട്ടിച്ചോണ്ടിരിക്കും Round 2. തല തിരിച്ചല്ല പിടിച്ചാണ് നിന്റെ ആരാട്ടിന് ഉള്ളിലത്തെ ആര് നയൻതാരനെ മുഖത്ത് നോക്കാം ഒരൊറ്റ എക്സ്പ്രഷൻ ആണ് വായ തുറന്ന് നിനക്ക് കണ്ടിട്ടാണ് പുളി മിഠായി അല്ല മധുരം ആ മധുര നാരങ്ങ മധുരം വശത്ത് വാക്ക് ബാക്കിൽ വാക്കുണ്ട് രണ്ട് വാക്കാണ് അതിൽ ആദ്യത്തെ വാക്ക് മധുരം ഇനി രണ്ടാമത്തെ വാക്ക് മിഠായി പായസം മധുര പായസം പായസം മധുരം അതല്ലേ മധുരം നിച്ചടാ കാണിക്കേ എന്താ ചോറ് മധുരച്ചോറ് രണ്ടു വാക്കാണ് ഫസ്റ്റ് വാക്ക് മധുരം ഈ രണ്ടാമത്തെ വാക്കാണ് നീ അഭിനയിച്ച് ഇങ്ങനെ കളിച്ചോ ബുദ്ധിമുട്ടുകൊണ്ടിരിക്കും ഫസ്റ്റ് വാക്ക് ചൂട് കഞ്ഞികൂരൊഴിക്കുന്നു അല്ല കഞ്ചാവ് അല്ല വെള്ളം കുടിക്കുന്നു ദാഹം കപ്പ് മധുര കപ്പ് കുടിക്കുന്നത് മധുരക്കുടി പിന്നെ പണ്ടത്തെ പടങ്ങൾ കേട്ടിച്ച് എങ്ങനെ മനസ്സിലാണ് കണ്ണടച്ചു തല മുഖം മുഖത്തിന്റെ മറച്ചിടണം ഗും അല്ല മുഖത്തിന്റെ ഇപ്പുറത്ത് തല മുഖത്തിന്റെ ഇപ്പുറത്ത് മുഖത്തിന്റെ എന്താ മുഖത്തിന് വേറെ വാക്കെന്താ പറയാ ഫേസിന് വേറെ വാക്കുണ്ട് ഇംഗ്ലീഷ് മലയാളം മോന്ത മോന്ത് അതെ രണ്ട് നല്ല സിനിമകൾ എഴുതി താനും വൈമ്പാണ് നിനക്ക് അറിയില്ല ദൈവമേ തേനുമായി കളിച്ചോണ്ടിരിക്കുന്നത് പേരുകൾ പറയാൻ ചോദിക്കും
വിളിക്കുമ്പോ മധുരം മധുരം മധുരക്കുടി ഞാൻ ചായ മുഖത്തിന് വേറെ ചായ പറഞ്ഞിട്ടില്ല. ഒരു അരമണിക്കൂർ നിന്ന് പിടിച്ചൊപ്പിച്ചു വായുമ്പൊക്കെ നമ്മളെ ഗെയിം പറഞ്ഞതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് കാര്യങ്ങൾ നടക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞത് അഭിനയിച്ചിട്ട് ഞാൻ പറഞ്ഞില്ല, നീ അഭിനയിച്ച് കാണിച്ചു ഞാൻ പറഞ്ഞില്ലെങ്കിൽ നിനക്ക് എന്നെ അടിക്കാന്നാ. കഴിവനുസരിച്ച് എനിക്ക് മാത്രം അഭിനയിക്കാൻ കഴിവുള്ളൂ. മുട്ടിൽ താണടിക്കാം പാവട വലിച്ചു പിടിക്കും, വലിച്ചു പിടിക്കും, അടിപൊളി വലിച്ചു പിടിക്കും, അടിക്കണം. അങ്ങനെ പറഞ്ഞില്ല. ഫുൾ ഓൺ ഫുൾ പവർ ആയിരിക്കും. കഴിഞ്ഞു. നീ നിന്റെ റൗണ്ട് എടുത്തോ. അപ്പൊ മൂന്നാമത്തെ റൗണ്ട് Round 3. മനസ്സിലാവാത്തവരുടെ സ്പീഡൊക്കെ കരിമ കൂടി എന്നെ പ്രശ്നമാണ്. നീ കാണിച്ചോ, നമ്മൾ കൃത്യം പറയണം. ആ അതെ നടനാണ്. ഇതാ മൂന്ന് വാക്കുണ്ട്. ഒന്നാമത്തെ വാക്ക്, അവസാനത്തെ വാക്ക്, രണ്ടാമത്തെ വാക്ക് ശാന്തൻ, ശാന്തമായ, ശാന്തി, ശാന്തി. മൂന്ന് വാക്കില് രണ്ടാമത്തെ ശാന്തി. ഒന്നാമത്തെ ഒന്നാമത്തെ മലയാള സിനിമയിൽ നീയാനിനി ജയൻ, ജൂനിയർ ജയൻ. ഇതില് പണിയില്ലാട്ടോ മോനെ രക്ഷപ്പെട്ടു. ഇവിടെ എന്ന് പറയുന്നത് എന്റെ അഭിനയോടെ എന്റെ ബുദ്ധിയാണ് നീ കാണാൻ പോകുന്നത്. ബുദ്ധിയോ? ആ നേരത്തെ അഭിനയിച്ചപ്പോ നിനക്ക് പറയാൻ കിട്ടി. കവിതയുടെ ബുദ്ധി ആര് ചൂറ്റി ചൂരൊന്നും കണ്ട ഇവിടെ ഇവിടെ രണ്ട് ഉത്തരങ്ങൾ കളിക്കണേ കളിക്കണേ നേരെ പിടിച്ചാണ്. കേട്ടിട്ട് മുടിയില്ലേ കണ്ണിനു കുളിരാം കണ്ണാന്തളി നീ തല പറവ പിടിക്കുന്ന തല ഒറ്റ വാക്ക് അതിന് തലയുണ്ട്. മരിച്ചു ആള് പന്തം കിട്ടി തലയില്. കാര്യമായിട്ട് ഉദ്ദേശിക്കുന്നു. ചട്ടി കൊണ്ടുപോകുന്നതല്ലേ? ചട്ടിക്കുള്ളിൽ എന്താണ്? അയ്യോ കഷ്ടം. അതല്ല പറവ. ഒരു വാക്ക് പറവ. പറവയുടെ ഫസ്റ്റ് വാക്ക് തീ. പന്തം ബുദ്ധി തല തലപ്പ തലപ്പാവ് തലപ്പ തലപ്പാന്ന് പറഞ്ഞ ഈ അപ്പൊ അല്ലെ എന്നാലും വേണ്ട ഇതെന്താ സാധനം കടയില് കണ്ട പോലെ ബുദ്ധിയൊക്കെ വരുന്നുണ്ട്. പക്ഷെ എന്താ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ ഓപ്പോസിറ്റ് ഞാൻ നിൽക്കണേ. അത് നീ ഇങ്ങനെ ഈ പേട്ട് സാധനങ്ങൾ കാണിക്കുമ്പോ നിന്റെ ആക്ഷൻ കറക്റ്റ് ആയിട്ടൊന്നുമില്ല. എന്റെ ബുദ്ധി വെച്ചിട്ട് പിന്നെ അതാണ് ഇതിനെ ഞാൻ മറ്റേ പറവന്ന് പായ സെറ്റ് ആക്കി. അപ്പൊ ഈ അടിയിലടിയില്ല രക്ഷപ്പെട്ടു. മിന്ന മിന്നു
പടക്കം. പൂക്കൾ വരികയാണ്. ഇത് പൂക്കളാ. പൂക്കളിൽ ബുദ്ധിമുട്ടാണ്. ഇത്ര സന്ദർഭങ്ങളിൽ നമ്മുടെ പോലുള്ള ആൾക്കാർ ബുദ്ധിപരമായി ചിന്തിക്കാം. ഇവിടെയാണ് നീ എന്റെ പുറത്തുള്ള ആൾക്കാരുടെ ബുദ്ധി നീ മനസ്സിലാക്കാൻ. ഇങ്ങനത്തെ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോഴാണ് യഥാർത്ഥ നായകന്മാരുണ്ടാവുന്നത്. ഇത് രണ്ടും കൽപ്പിച്ചിട്ടാണ് ഗൈസ്. അത് കേട്ടാ ബുദ്ധി വരണ്ട. നീ രണ്ടാമത്തെ അക്ഷരത്തിനുള്ള ബുദ്ധി കിട്ടും. ഒക്ടോബസ്. ഇപ്പൊ ഞാൻ പറഞ്ഞ പറഞ്ഞേ താഴ്ന്നു. പക്ഷെ നമ്മുടെ അഭിനയം കറക്റ്റാണെങ്കിൽ ചക്കനത് ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള ബുദ്ധിയില്ലേ പറയുന്നേ പറമ്പുഴുകി നമ്മൾ പറയണേ തിളക്കം. പിന്നെ ഇതാണ് തിളക്കം. അഭിനയത്തിൽ ആശാനൊന്നും കാണിച്ചിട്ട് പോകും. അവളെ വരെ ഞാൻ പുറത്തു നിർത്തണം. നമ്മള് നേരത്തെ ഒരു 2 റൗണ്ട്, അതായത് മുമ്പത്തെ റൗണ്ട് നമ്മൾ ആൻസർ കറക്റ്റ്. അതിന് മുമ്പത്തെ 2 റൗണ്ട് എന്ന് പറയുന്നത് നമ്മൾ വിചാരിച്ച പോലെയല്ല ഗെയിം പോയത്, പറഞ്ഞ പോലെയല്ല ഗെയിം ഉണ്ടാക്കുന്നത്. കാരണം എന്തായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത്, ഈ അഭിനയിച്ച് കാണിച്ചു തന്നിട്ട് ഞാൻ ആ സിനിമ പേര് പറയണം, ശരിയായിട്ട് പറയണം. ഞാൻ പറഞ്ഞില്ലെങ്കിൽ നിനക്ക് എന്നെ അടിക്കാം. അതാണ് നമ്മളുടെ ഗെയിം. പക്ഷെ ഇവിടെ ചെയ്തു വന്നപ്പോ എന്ന് പറയുന്നത് നേരെ തല തിരിച്ചിട്ടുണ്ടായത്. ഉത്തരം പറയാൻ എനിക്ക് അഭിനയിക്കാൻ കഴിവില്ല എന്നുകൊണ്ടൊക്കെ എന്നെ അടിച്ചു. ഇത് പെട്ടെന്ന് പറയുന്നത് നമ്മള് ഗെയിം പറഞ്ഞ പോലെ തന്നെ വന്നൊരു അത് അഭിനയത്തിന് കുട്ടും കാണാൻ പറ്റില്ല. നിങ്ങൾ മനസ്സിലാക്കാൻ ഇതാണ് തിളക്കല്ലേ, അതാണ് തിളക്കം. അവിടെയൊക്കെയാണ് നമ്മൾ മനുഷ്യർക്ക് ബുദ്ധി വരുന്നത്. അത് മനസ്സിലാക്കണല്ലോ. അഭിനയിക്കല്ല ബുദ്ധി ഇല്ലാതെ അടി പറഞ്ഞ വഴിയാട്ടോ. റെഡി 1 2 3 പാവാട എന്ത് കറങ്ങി വന്നിട്ട് അടിക്കുന്നത് ക്ലൈമാക്സ്. അത് വരുമ്പോ കിട്ടുന്നില്ലേ? ഈ വിട്ട് ശരിക്കും പോകണം. മൊത്തം ഇരുട്ട വരുമ്പോ അവള് വിചാരിക്കും കഴിഞ്ഞത് ഇല്ല ചെയ്യുമ്പോ വെച്ചണം ഞാൻ കളിച്ചാടാ. ഫൈനൽ റൗണ്ട്. നമ്മുടെ കയ്യിൽ ഇവൾക്ക് രക്ഷപ്പെടാൻ സാധ്യതകൾ ഇവിടെ കുറയാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്നത് ബുദ്ധിയുള്ള ചെക്കനാണ്. തുറക്കാൻ കണ്ടോ ഒറ്റ വാക്കാണ്. ഞാനും നീയും ഒറ്റയ്ക്ക് പൊട്ടൻ പൊട്ടൻ അല്ലേ? ഞാൻ നീ ഞാനുണ്ടാവില്ല. ഞാൻ നീ ഞാൻ നീ ആരാന്നാ? ഞാൻ അത് കറക്റ്റ്. നിന്റെ നീ ആരാ ആരാ
പറഞ്ഞാ അനിയത്തി. ചെറുക്കിന് നീയാവില്ല പോലെ കഴുകണ അനുസരിക്കുന്നു. ഇത് പറഞ്ഞില്ലേ ഈ രീതിയിലുണ്ടല്ലോ ഞാൻ കെട്ടിക്കൂട്ടോ ഉറപ്പുള്ള കാര്യം. പിന്നെ നീ എന്താ നീതി, നീ എന്താ നീത്തിൽ വാക്ക് കൂട് നീ ഞാൻ കുത്തല്ലേ എന്റെ 6 പാക്കിന് കംപ്ലീറ്റ് വരും. ഞാൻ നീ നിന്റെ ചേട്ടൻ ഞാൻ അനിയത്തി കറക്റ്റാണോ? അനിയത്തി മനുഷ്യന്മാരോടാ ബസ്സോടെ പോണേ. അനിയത്തി പറക്കണം. ശരി കഴിഞ്ഞു. മണ്ടനറിയില്ല ഞാൻ പറഞ്ഞു പറഞ്ഞോ അടിപ്പൂശി നിങ്ങൾ നോക്കിക്കോ. അതനിയത്തി അവിടെ കോംപ്രമൈസ് ഇല്ല ഗൈസ്. പറ ഞാൻ പറഞ്ഞില്ലേ എന്തൊക്കെ കാര്യമായിട്ട് കാണിക്കുന്നുണ്ട് പക്ഷെ അവര് മനസ്സിലാവുന്നില്ലേ. പറവയുടെ ഓപ്പോസിറ്റ് പക്ഷി. നിന്നെ വെടിവണ്ടി തന്നെ അറിയൂ അങ്ങനെ വടി എന്റെ ബുദ്ധിനെ ചോദ്യം നീ വേറെ എന്തും പറഞ്ഞു പക്ഷെ ബുദ്ധിനെ ചോദ്യം താല്പര്യമില്ലേ. ഇത് ഡാൻസ് കളിക്കുന്ന പൊതുവെ പറയുന്നത് അല്ലെങ്കിൽ പക്ഷി. പക്ഷി പറവ. മാപ്പു നൽകു മഹാമതേ. അനിയത്തിപ്രാവുന്നവന് പറയാത്ത എന്റെ തെറ്റാണ് തിരിഞ്ഞു പോന്നെ. നിനക്ക് കിട്ടാത്തതാ അനിയത്തി എനിക്ക് കിട്ടിയില്ലേ. പക്ഷിന് വേറെ പേര് പറയാ ഇപ്പൊ അല്ലെങ്കിൽ കിളി പറഞ്ഞത് എനിക്ക് തോന്നിയത് നിങ്ങൾക്ക് അങ്ങനെ ഫീൽ അല്ല ഞാൻ അടിക്കണ്ടേ. പിന്നെ അതവനറിയില്ല അനിയത്തി കഴിഞ്ഞിട്ട് അവൻ സിനിമ കാണാറില്ലേ. ഞാൻ കണ്ടിട്ടില്ല അന്നേ ചെയ്യല്ലേ കാരണം എനിക്ക് ക്ഷമിക്കാനുള്ള കഴിവ് കൂടല്ലേ. ചെറുക്കനെ തോറ്റിരിക്കുകയാണ് ഗൈസ്. ബാക്കി ഞാൻ ജയിച്ചതും ഗൈസ്. അപ്പൊ ടാറ്റ ബൈ ബൈ.